Welcome to Cooking It Simple. ഞാൻ ജെസി ഇന്ന് എത്തിയിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാന്നുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് പൂരി പൊരിക്കുന്ന സമയത്ത് അത് പഫായിട്ട് വരുന്നില്ല, ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നില്ല, ഒരുപാട് എണ്ണ കുടിക്കുന്നു, കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കഴിക്കുന്ന സമയത്ത് ഹാർഡായി പോകുന്നു, സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്, തിന്നായിട്ടുള്ള ആ ഒരു പഫിനെസ്സും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്, പക്ഷെ പുറത്ത് ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏത് കപ്പാണെങ്കിലും കുഴപ്പമില്ല, ചായ കുടിക്കുന്ന കപ്പ് ഏതൊരു കപ്പിലും മെഷർ ചെയ്തിട്ട് എടുക്കുക. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 പൂരീൻ്റെ അടുത്ത് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറയുന്നത്. ഈ 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1 കപ്പ് മൈദ ഞാൻ ചേർക്കുന്നുണ്ട്. മൈദ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചില ഗോതമ്പ് പൊടി കുറച്ച് റഫായിരിക്കും. അപ്പോൾ മൈദ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റി മതി എന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് മൈദ എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയാണ്. നല്ല ഫൈനായിട്ടുള്ളതല്ല, കുറച്ച് തരി ആയിട്ടുള്ള റവയാണ്. റവ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂരി നല്ല പഫായിട്ട് കുറേ നേരം ഇരിക്കും. അതുപോലെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ ഓയിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പൂരിയുടെ മാവ് ഡ്രൈ ആവാതിരിക്കും. അതുപോലെ തന്നെ അതിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണാണ്. നമ്മുടെ പൂരിക്ക് നല്ല ഈവൺ ആയിട്ടുള്ള ഗോൾഡൻ കളർ കിട്ടാൻ ഈ ഒരു പഞ്ചസാര സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തർക്ക് അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ എല്ലായിടത്തും എത്താനാണ്. അതിനുശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വേണം കുഴച്ചിട്ട് എടുക്കാനായിട്ട്. നമുക്ക് 1 കപ്പിലും കൂടുതൽ വെള്ളം ആവശ്യമായിട്ട് വരും. പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചപ്പാത്തിൻ്റെ മാവ് പോലെ അയഞ്ഞിട്ട്, അതായത് ലൂസായിട്ട് നിങ്ങൾ കുഴച്ചിട്ടെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പൂരി നന്നായിട്ട് എണ്ണ കുടിക്കും, പഫപ്പാവില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഹാർഡായിട്ട്, അതായത് കുറച്ച് സ്റ്റിഫായിട്ട് ഉറപ്പുള്ള മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഞാൻ 1 കപ്പും പിന്നെ കുറച്ചും കൂടെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ആ മാവ് കണ്ടില്ലേ നിങ്ങൾ, ഇത് നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ്, പക്ഷേങ്കിൽ നല്ല സ്റ്റിഫാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള മാവാണ്. ഈ ഒരു പാകത്തിൽ കുഴച്ചിട്ടെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ക്രാക്കൊന്നുമില്ലാത്ത ഉരുളകളാക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. പൂരിയും പരത്താൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് എണ്ണ തടവിയിട്ട് പരത്താം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഓയിലാണ്. നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ബോള് ഇതുപോലെ എണ്ണ ഒന്ന് തടവിയിട്ട് പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. പരത്തുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തിക്കായിട്ടും പരത്തരുത്, നല്ല തിന്നായിട്ടും പരത്തരുത്. ആ ഒരു പാകത്തിൽ പരത്തിയാൽ പൂരി നല്ല പഫായിട്ട് വരുള്ളൂ. ഞാനിതാ ഈ ഒരു കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. നല്ല കനത്തിലും പരത്തരുത്, നല്ല തിന്നും ആവരുത്. ഈ ഒരു സമയത്ത് തന്നെ ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ പൂരി ഇടാൻ പാടുള്ളൂ, എന്നാലേ പൂരി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് പൂരി ഇടുക. നമ്മൾ പൂരി ഫ്രൈ ചെയ്യേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഒരുപാട് ഹൈ ഫ്ലെയിം വയ്ക്കരുത്, അപ്പോൾ പൂരി കുറച്ച് കരിഞ്ഞ പോലെ ഡാർക്ക് കളറായിട്ട് വരും. പൂരി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോരി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിപ്പം വീഡിയോ ഫാസ്റ്റ് ആക്കിയതുകൊണ്ടാണ്. ഒന്ന് തവി കൊണ്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൂരി മേലോട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇത് പെട്ടെന്ന് തന്നെ പഫപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും ചെയ്യുക. പഫായി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം പൂരി മുഴുവനായിട്ട് ഇതുപോലെ പൊങ്ങി വരും. അതിനുശേഷം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തിട്ട് കോരി വാങ്ങി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, ഈസിയാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി തൂവിയിട്ട് പലകൻ്റെ മേലെ നിങ്ങൾക്ക് ഈ ഒരു പൂരി പരത്തിയിട്ടെടുക്കുക. ഓയിൽ ചെയ്യുന്ന പോലെ തന്നെയാണ്. പൊടി തൂവിയിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പക്ഷേ ഇതിൻ്റെ മേലുള്ള പൊടി മുഴുവൻ നിങ്ങൾ തട്ടിക്കളയണം. എന്നിട്ട് വേണം പൂരി ഫ്രൈ ചെയ്യാനായിട്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്.
രണ്ട് മെത്തേഡിലും എനിക്ക് ഡിഫറൻസ് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ തടവിയിട്ട് പരത്തി കഴിഞ്ഞാൽ പൂരി കുറേ നേരം ഇതുപോലെ പഫി ആയിട്ട് നിൽക്കും. നമ്മൾ പൊടിയിട്ട് പരത്തിയതിനേക്കാളും കൂടുതൽ നേരം അത് പഫി ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫ്രൈ ചെയ്യുന്ന എണ്ണയുടെ ചൂടാണ്. എണ്ണയുടെ ചൂട് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ പൂരി പെട്ടെന്ന് തന്നെ കറുത്തു പോകും. അതുപോലെ തന്നെ ഉള്ളിൽ കുക്കായി കിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ പൂരി ഇടുന്ന സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തവി കൊണ്ട് അമർത്തിയിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഈവണായിട്ട് ഒരേപോലെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൂരി റെഡി ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പരത്തുന്ന കാര്യമാണ്. നിങ്ങൾ നല്ല തിന്നായിട്ടാണ് പരത്തുന്നതെങ്കിൽ പൂരി മുറിഞ്ഞു പോകും. നല്ല കട്ടിയായിട്ടാണ് പരത്തുന്നതെങ്കിൽ അകം വേവുമില്ല, നല്ല പഫാവുമില്ല. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പൂരി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം പൂരി സോഫ്റ്റ് ആയിട്ടിരിക്കും, അതുപോലെ തന്നെ പഫി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.